ഗവൺമെൻറ് ഐ ടി ഐ മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഗ്രൈൻഡിങ് എന്നുള്ള ഭാഗത്തെക്കുറിച്ചാണ്. ഞാൻ മനോജ് കെ മാണിക്കൻ, ജൂനിയർ ഇൻസ്ട്രക്ടർ ഗസ്റ്റ് ഫിറ്റർ ഗവൺമെൻറ് ഐ ടി ഐ മലമ്പുഴ. സോ ഗ്രൈൻഡിങ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവിംഗ് മെറ്റീരിയൽ ബൈ അബ്രസീവ് ആക്ഷൻ ഓഫ് എ റിവോൾവിംഗ് വീൽ ഓൺ ദി സർഫസ് ഓഫ് എ വർക്ക് പീസ് ഇൻ ഓർഡർ ടു ബ്രിങ് ഇറ്റ് ടു റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസ്. അത് അബ്രസീവ് ആക്ഷനുള്ള ഒരു കറങ്ങുന്ന വീൽ ഉപയോഗിച്ച് വർക്ക് പീസിനെ ആവശ്യമായ സൈസിലോട്ടും ഷേപ്പിലോട്ടും ട്രിം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ദ വീൽ യൂസ്ഡ് ഫോർ പെർഫോമിംഗ് ഗ്രൈൻഡിങ് ഓപ്പറേഷൻ ഈസ് നോൺ ആസ് ഗ്രൈൻഡിങ് വീൽ. അതായത് ഈ ഗ്രൈൻഡിങ് എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ഉപയോഗിക്കുന്ന വീലിനെ ഗ്രൈൻഡിങ് വീൽ എന്നാണ് പറയുക. It consists of sharp crystal called abrasive held together by a binding material or bond. ഈ ഗ്രൈൻഡിങ് വീലിൽ ഷാർപ്പായിട്ടുള്ള ക്രിസ്റ്റൽ പോലുള്ള ഭാഗം ഉണ്ടാവും. ഷാർപ്പായിട്ടുള്ള ക്രിസ്റ്റൽ പോലുള്ള പാർട്ടിക്കിൾസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിനെയാണ് അബ്രസീവ്സ് എന്ന് പറയുന്നത്. ഇതിനെ പരസ്പരം ഹോൾഡ് ചെയ്ത് ഈ അബ്രസീവ്സിനെ പരസ്പരം ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ് ബൈൻഡിങ് മെറ്റീരിയൽ അഥവാ ബോണ്ട് എന്ന് പറയുന്നത്. The wheel may be a single piece or solid type or may be composed of several segments of abrasive blocks joined together. ഈ ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്നത് ഒരു സോളിഡ് പീസ് ആവാം, അതായത് സിംഗിൾ പീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് അബ്രസീവ് ബ്ലോക്സിൻ്റെ വിവിധ സെഗ്മെൻറ്റ്സുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടാക്കിയതുമായിരിക്കാം. ഇനി വീൽ മെറ്റീരിയലിനെ കുറിച്ചാണ് പറയുന്നത്. അബ്രസീവ്, ഇറ്റ് ഈസ് that material of grinding wheel which does the cutting action. ഗ്രൈൻഡിങ് വീലിൽ കട്ടിംഗ് ആക്ഷൻ പെർഫോം ചെയ്യുന്ന ക്രിസ്റ്റൽ പാർട്ടിക്കിൾസ് ആണ് അബ്രസീവ് എന്ന് പറയുന്നത്. അബ്രസീവ് തന്നെ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് നാച്ചുറൽ അബ്രസീവ്. നാച്ചുറൽ അബ്രസീവ് എന്ന് പറഞ്ഞാൽ ദ കോമൺ നാച്ചുറൽ അബ്രസീവ്സ് ആർ സാൻഡ് സ്റ്റോൺ, എമരി, കൊറോണ്ടം ആൻഡ് ഡയമണ്ട്. അതായത് നമ്മളുടെ ഭൂമിയിൽ നോർമലി അതായത് മാൻമെയ്ഡ് അല്ലാതെ തന്നെ ലഭിക്കുന്ന അബ്രസീവ് പാർട്ടിക്കിൾസ് ആണ് നാച്ചുറൽ അബ്രസീവ് എന്ന് പറയുന്നത്. അതിലൊന്ന് വരുന്നത് സാൻഡ് സ്റ്റോൺ, പിന്നെ എമരി, പിന്നെ കൊറോണ്ടം, അതുപോലെ തന്നെ ഡയമണ്ട്. ഇവയെല്ലാമാണ് നാച്ചുറൽ അബ്രസീവ് എന്ന് പറയുന്നത്. ഈ സാൻഡ് സ്റ്റോൺ ഉപയോഗിക്കുന്നത് വുഡ് വർക്കിംഗ് ടൂളിനെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി, ഷാർപ്പനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Diamond is used for dressing the grinding wheel and act as an abrasive material for hard material. ഡയമണ്ട് യൂസ് ചെയ്യുന്നത് ഈ ഗ്രൈൻഡിങ് വീൽസ്, മറ്റുള്ള ഗ്രൈൻഡിങ് വീൽസിനെ ഡ്രസ് ചെയ്യാൻ, അതായത് റീകണ്ടീഷനിങ് ചെയ്യാനും അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസിനെ ഗ്രൈൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ ആർട്ടിഫിഷ്യൽ അബ്രസീവ്. അതായത് നമ്മൾ അബ്രസീവിൻ്റെ നെക്സ്റ്റ് ടൈപ്പാണ് നോക്കുന്നത്. These are manufactured under controlled conditions in closed electric furnaces in order to avoid introduction of impurities and to achieve the necessary temperature for chemical reaction to take place. അതായത് മാൻമെയ്ഡ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ വഴി ഫോം ചെയ്യുന്ന അബ്രസീവ്സ് ആണ് ആർട്ടിഫിഷ്യൽ അബ്രസീവ്. അതുപോലെ ഇലക്ട്രിക് ഫർണസിൽ കൺട്രോൾഡ് എൻവിറോൺമെൻറ്റിൽ ആവശ്യമുള്ള ടെമ്പറേച്ചറിൽ ഹീറ്റാക്കിയിട്ടാണ് ഈ കെമിക്കൽ റിയാക്ഷൻ പെർഫോം ചെയ്യുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ അബ്രസീവ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സിലിക്കൺ കാർബൈഡും അലുമിനിയം ഓക്സൈഡുമാണ്. ആർട്ടിഫിഷ്യൽ ഡയമണ്ട്. ദ ഡയമണ്ട് പ്രൊഡ്യൂസ്ഡ് ത്രൂ ആർട്ടിഫിഷ്യൽ മീൻസ് ആർ ക്വൈറ്റ് കമ്പാരബിൾ ടു നാച്ചുറൽ ഡയമണ്ട് ഇൻ ദെയർ ഗ്രൈൻഡിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഗിവ് ബെറ്റർ റിസൾട്ട് ദാൻ ദ ലേറ്റർ. അതായത് ആർട്ടിഫിഷ്യലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡയമണ്ടിന് നാച്ചുറൽ ഡയമണ്ടിനേക്കാളും ബെറ്റർ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ ഗ്രൈൻഡിങ്ങിന് അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും ബെറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അഡ്വാൻറ്റേജസ് ആൻഡ് യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ അബ്രസീവ്. ആർട്ടിഫിഷ്യൽ അബ്രസീവ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, കൺട്രോൾഡ് കണ്ടീഷൻസ് ഇൻ ദി ഇലക്ട്രിക് ഫർണസ് എനേബിൾ യൂണിഫോംലി ഇൻ ദി പ്രോഡക്റ്റ്. അതായത് കൺട്രോൾഡ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എൻവിറോൺമെൻറ്റൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നും കിടക്കാത്ത രീതിയിലാണ് ഇത് ചൂടാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ചൂടാവുന്നതോടൊപ്പമുള്ള കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് ഈ ആർട്ടിഫിഷ്യൽ അബ്രസീവ്സ് ഫോം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കോമ്പോസിഷൻ ത്രൂ ഔട്ട് യൂണിഫോം ആയിരിക്കും എന്നാണ് പറയുന്നത്. ദ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ക്യാൻ ഈസിലി ബി വാരീഡ് അക്കോർഡിംഗ് ടു ദ ഡിമാൻഡ്സ്. അതായത് നാച്ചുറൽ അബ്രസീവ്സിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ ക്വാളിറ്റി എല്ലാം തന്നെ നമുക്ക് ആവശ്യാനുസരണം
വാല്യൂ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. They have largely abolished the dependence on natural means to meet the growing demand of more abrasive material in the modern manufacturing process. അതായത് ഇപ്പം നമ്മുടെ മോഡേൺ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മുടെ ഇപ്പോഴത്തുള്ള ടെക്നോളജിയിൽ ധാരാളം അബ്രസീവ്സ് ഡിമാൻഡ് ഉണ്ട്. സോ അതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള അത്രയും നമുക്ക് ഫോം ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. പിന്നെ സോ നമ്മൾ ഈ അബ്രസീവ്സ് അതായത് വിവിധ മെറ്റീരിയൽസിന് ഏതെല്ലാം അബ്രസീവ്സാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കണമെന്നാണ് നോക്കുന്നത്. കാസ്റ്റ് അയൺ, സോഫ്റ്റ് ബ്രാസ് ആൻഡ് ബ്രോൺസ്, ഗ്ലാസ് ആൻഡ് സ്റ്റോൺ, അലുമിനിയം, കോപ്പർ, റബ്ബർ, ലെതർ, പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള മെറ്റീരിയൽസിന് സിലിക്കൺ കാർബൈഡ് ആണ് റെക്കമെൻഡഡ് ആയിട്ടുള്ള അതിന് ഉപയോഗിക്കുന്ന അബ്രസീവ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹീറ്റ് ട്രീറ്റഡ് കാർബൺ ആൻഡ് അലോയ് സ്റ്റീൽ, മാലിബിൾ അയൺ, ഹാർഡ് ബ്രാസ് ആൻഡ് ബ്രോൺസ്, മൈൽഡ് സ്റ്റീൽ ആൻഡ് റോട്ടേൺ ഇതുപോലുള്ള മെറ്റൽസിന് അലുമിനിയം ഓക്സൈഡ് ആണ് ഉപയോഗിക്കുന്ന അബ്രസീവ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൈൻഡിങ് വീലിൻ്റെ സ്പെസിഫിക്കേഷനിൽ വരുന്ന കുറച്ച് ടേംസിനെ കുറിച്ചാണ്. സോ അതിൽ ഫസ്റ്റ് വൺ ബോണ്ടാണ്. ബോണ്ട് എന്ന് പറഞ്ഞാൽ എ ബോണ്ട് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് എംപ്ലോയ്ഡ് ടു ഹോൾഡ് അബ്രസീവ് ഗ്രെയിൻസ് ടുഗദർ ഇൻ ദ ഫോം ഓഫ് ഷാർപ്പനിങ് സ്റ്റോൺസ് ഓർ ഗ്രൈൻഡിങ് വീൽ. അതായത് ഗ്രൈൻഡിങ് വീലിൽ അബ്രസീവ് പാർട്ടിക്കിൾസിനെ ഹോൾഡ് ചെയ്യുക അഥവാ കമ്പൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ബോണ്ട് എന്ന് പറയുന്നത്. വ്യത്യസ്തതരം ബോണ്ട് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്രിഫൈഡ് ബോണ്ട്, സിലിക്കേറ്റ് ബോണ്ട്, ഷെല്ലാക്ക് ബോണ്ട്, റെസിനോയിഡ് ബോണ്ട്, റബ്ബർ ബോണ്ട്, ഓക്സിക്ലോറൈഡ് ബോണ്ട് എന്നിങ്ങനെ 6 തരം ബോണ്ടാണ് ഉള്ളത്. സോ ഇതാണ് ഒരു സർഫസ് ഗ്രൈൻഡിങ്ങിൻ്റെ സ്കിമാറ്റിക് സ്കെച്ചാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ വർക്ക് പീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഗ്രൈൻഡിങ് വീൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് മെറ്റൽസ് ചിപ്പിൻ്റെ രൂപത്തിൽ പുറത്തോട്ട് പോകുന്നുണ്ട്. ഇതിൽ ഗ്രൈൻഡിങ് വീലിൽ കാണിച്ചിരിക്കുന്ന ഡാർക്ക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് അബ്രസീവ് പാർട്ടിക്കിൾ. അതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നതാണ് ബോണ്ടിങ് മെറ്റീരിയൽ എന്നുള്ളത്. സോ വ്യത്യസ്തരം ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ വിട്രിഫൈഡ് ബോണ്ട്. വിട്രിഫൈഡ് ബോണ്ട് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബോണ്ടാണ്. ഇത് ഹൈ പോറോസിറ്റി ആണ്, സ്ട്രെങ്ത് കൂടുതലാണ്. ഈ ബോണ്ടിന് സ്ട്രെങ്ത് താരതമ്യേന കൂടുതലാണ്. capable for removing good amount of material at a high rate. അതായത് ഈ വിട്രിഫൈഡ് ബോണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഗ്രൈൻഡിങ് വീൽസിന് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടുതലായിരിക്കും. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഓയിൽ, വാട്ടർ ഓർ ആസിഡ് ഇൻ നോർമൽ കണ്ടീഷൻസ്. സാധാരണ കണ്ടീഷനിൽ ഇത്തരം ഈ വിട്രിഫൈഡ് ബോണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഗ്രൈൻഡിങ് വീൽസ് ഓയിൽ, വാട്ടർ അതുപോലെ ആസിഡ് ഒന്നെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് അതൊന്നും ഇത്തരം ഓയിൽ, വാട്ടർ, ആസിഡ് ഒന്നും എഫക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ളതായിരിക്കും. സോ ഈ വിട്രിഫൈഡ് ബോണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് വിട്രിഫൈഡ് ബോണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഷെല്ലാക്ക് ബോണ്ട്. യൂസ്ഫുൾ ഫോർ ഹെവി ഡ്യൂട്ടീസ്, യൂസ്ഡ് ഫോർ വീൽസ് വിത്ത് ബിഗ്ഗർ ഡയമീറ്റർ, യൂസ്ഫുൾ ഇൻ പ്രോസസ് ദാറ്റ് നീഡ് ഫൈൻ ഫിനിഷിംഗ്, റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ഇ. അതായത് ഹെവി ഡ്യൂട്ടി വർക്ക്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഷെല്ലാക്ക് ബോണ്ട് ഉപയോഗിക്കുന്നത്. സോ ഈ ലാർജർ ഡയമീറ്റർ കൂടിയ വീൽസ് ഗ്രൈൻഡിങ് വീലിലാണ് ഷെല്ലാക്ക് ബോണ്ട് യൂസ് ചെയ്യണത്. ഫിനിഷിംഗ് കൂടുതലായിട്ടുള്ള വർക്ക്സിനാണ് ഷെല്ലാക്ക് ബോണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ഇ ആണ്. നെക്സ്റ്റ് റെസിനോയിഡ് ബോണ്ട്. യൂസ്ഫുൾ ഫോർ ഹാർഡ് വീൽസ്, അതായത് കാഠിന്യം കൂടിയ വീലിലാണ് റെസിനോയിഡ് ബോണ്ട് ഉപയോഗിക്കുന്നത്. ഹൈ സ്പീഡ് വീൽ, യൂസ്ഡ് ഫോർ ഹൈ സ്പീഡ് വീൽസ്, അതായത് സ്പീഡ് കൂടുതലുള്ള വീൽസിനും സ്പീഡ് കൂടിയ ഗ്രൈൻഡിങ് ഓപ്പറേഷനിലുള്ള റെസിനോയിഡ് ബോണ്ടാണ് ഉപയോഗിക്കുക. യൂസ്ഫുൾ ഇൻ പാർട്ട് കട്ടിംഗ് ഓഫ്, അതായത് ഗ്രൈൻഡിങ് വീൽ ഉപയോഗിച്ചുകൊണ്ട് കട്ടിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നിടത്തും റെസിനോയിഡ് ബോണ്ടുള്ള ഗ്രൈൻഡിങ് വീലാണ് യൂസ് ചെയ്യുക. യൂസ്ഫുൾ ഇൻ ഡ്രസ്സിംഗ് ഓഫ് ഫൗണ്ടറി കാസ്റ്റിംഗ്, അതായത് ഫൗണ്ടറി കാസ്റ്റിങ്സിൻ്റെ ഡ്രസ്സിംഗ് ഓപ്പറേഷനിലും റെസിനോയിഡ് ബോണ്ടുള്ള വീലാണ് യൂസ് ചെയ്യുന്നത്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ബി ആണ്. നെക്സ്റ്റ് സിലിക്കേറ്റ് ബോണ്ട്. യൂസ്ഡ് ഇൻ മൈൽഡ് ആപ്ലിക്കേഷൻ, ചെറിയ തോതിലുള്ള ആപ്ലിക്കേഷനിലാണ് സിലിക്കേറ്റ് ബോണ്ട് ഉപയോഗിക്കുക. സോഫ്റ്റർ ആസ് കമ്പയർഡ് ടു വെർട്ടിഫൈഡ് ബോണ്ട്, വെർട്ടിഫൈഡ് ബോണ്ടിനെ അപേക്ഷിച്ച് ഇത് സോഫ്റ്റ് ആണ്. യൂസ് ടു ഗ്രൈൻഡ് ഫൈൻ എഡ്ജ് ടൂൾ, അതായത് ഫൈൻ എഡ്ജ്, അതായത് ഷാർപ്പ് എഡ്ജുള്ള
ടൂൾസിന് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിലിക്കേറ്റ് ബോണ്ട് യൂസ് ചെയ്യുന്നത്. റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ എസ് എന്നാണ്. നെക്സ്റ്റ് റബ്ബർ ബോണ്ട് യൂസ്ഫുൾ ഇൻ പാർട്ട് കട്ടിംഗ് ഓഫ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാർട്സിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കട്ടിംഗ് ഓഫ് എന്നുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റബ്ബർ ബോണ്ട് ഉള്ള ഗ്രൈൻഡിങ് വീൽസ് യൂസ് ചെയ്യും. യൂസ്ഫുൾ ഫോർ ദ പാർട്ട് ഓഫ് വീൽ ദാറ്റ് റിക്വയർസ് സ്ലൈറ്റ് റെസിലിയൻസ് എന്നുള്ള പ്രോപ്പർട്ടി ആവശ്യമായിട്ടുള്ള ഗ്രൈൻഡിങ് വീൽസിലും റബ്ബർ ബോണ്ടാണ് ഉപയോഗിക്കുന്നത്. റെപ്രസെൻ്റ് ചെയ്യണത് ക്യാപിറ്റൽ ആർ എന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. നെക്സ്റ്റ് ഗ്രിഡ് സൈസ് എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡിങ് വീലിലെ അബ്രസീവ് പാർട്ടിക്കിൾസിൻ്റെ സൈസിനാണ് ഗ്രിഡ് സൈസ് എന്ന് പറയുന്നത്. സ്മോൾ ഗ്രിഡ് സൈസ് പ്രൊഡ്യൂസ് ബെറ്റർ ഫിനിഷ്. അതായത് സൈസ് കുറഞ്ഞ അബ്രസീവ് പാർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നിടത്ത് ഫിനിഷ് കൂടുതലായിരിക്കും. ലാർജ് ഗ്രിഡ് സൈസ് പെർമിറ്റ് ലാർജർ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്സ്. അതായത് ഗ്രിഡ് സൈസ് കൂടുതലാണെങ്കിൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, അതായത് വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഹാർഡ് വർക്ക് മെറ്റീരിയൽസ് റിക്വയർ സ്മോൾ ഗ്രെയിൻ സൈസ് ടു കട്ട് എഫക്റ്റീവ്ലി. അതായത് വർക്ക് പീസ് വളരെ ഹാർഡാണ്, കാഠിന്യമേറിയ വർക്ക് പീസാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യണമെങ്കിൽ അതിന് ആവശ്യം എന്ന് പറയുന്നത് ഫൈൻ ഗ്രെയിൻ സൈസുള്ള ഗ്രൈൻഡിങ് വീലാണ്. സോഫ്റ്റ് മെറ്റീരിയൽസ് റിക്വയർ ലാർജർ ഗ്രിഡ് സൈസ്. അതായത് വർക്ക് പീസ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വർക്ക് പീസ് സോഫ്റ്റ് ആണെങ്കിൽ അതിന് ലാർജർ ഗ്രെയിൻ സൈസുള്ള ഗ്രിഡ് സൈസുള്ള വീലാണ് ആവശ്യം. ഗ്രിഡ് സൈസ് ഈസ് മെഷേർഡ് യൂസിങ് എ സ്ക്രീൻ മെഷ് പ്രൊസീജിയർ. ഉപയോഗിച്ചുകൊണ്ടാണ് ഗ്രിഡ് സൈസ് മെഷർ ചെയ്യുന്നത്. സ്മോളർ ഗ്രിഡ് സൈസ് ഇൻഡിക്കേറ്റഡ് ബൈ ലാർജർ നമ്പർ ഇൻ ദ സ്ക്രീൻ മെഷ് പ്രൊസീജിയർ ആൻഡ് വൈസ് വേഴ്സ. ഗ്രൈൻ സൈസസ് ഇൻ ഗ്രൈൻഡിങ് വീൽസ് ടിപ്പിക്കലി റേഞ്ചസ് ബിറ്റ്വീൻ 10 വെരി കോഴ്സ് ആൻഡ് 250 വെരി ഫൈൻ. അതായത് ഗ്രെയിൻ സൈസ് കൂടിയ ഗ്രെയിൻ സൈസ് മെഷർ ചെയ്യണ ഈ പറഞ്ഞ പോലെ സ്ക്രീൻ മെഷ് പ്രൊസീജിയറിൽ ഗ്രെയിൻ സൈസ് മെഷർ ചെയ്യുമ്പോൾ ലാർജർ നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് ഫൈൻ ഗ്രെയിൻ സൈസിനും സ്മോളർ നമ്പർ ഡിനോട്ട് ചെയ്യണത് ലാർജർ ഗ്രെയിൻ സൈസും ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഗ്രേഡ്. ദ ഗ്രേഡ് ഓഫ് എ ബോണ്ടഡ് അബ്രസീവ് ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് ബോണ്ട് സ്ട്രെങ്ത്. അതായത് അബ്രസീവ് പാർട്ടിക്കിൾസിനെ ബോണ്ട് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്, ബോണ്ടിങ് സ്ട്രെങ്ത് ആണ് ഗ്രേഡ് എന്ന് പറയുന്നത്. ദ ഗ്രേഡ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് ദ ഹാർഡ്നെസ് ഓഫ് ബോണ്ടഡ് അബ്രസീവ്. അതായത് ബോണ്ടഡ് അബ്രസീവ്സിൻ്റെ ഹാർഡ്നെസ്, കാഠിന്യത്തെയും ഗ്രേഡ് സൂചിപ്പിക്കുന്നു. എ ഹാർഡ് വീൽ ഹാസ് സ്ട്രോങ്ങർ ബോണ്ട് ഓർ എ ലാർജർ എമൗണ്ട് ഓഫ് ബോണ്ടിങ് മെറ്റീരിയൽ ബിറ്റ്വീൻ ഗ്രെയിൻസ് ദാൻ സോഫ്റ്റ് വീൽ. അതായത് ഒരു കാഠിന്യമേറിയ ഗ്രൈൻഡിങ് വീലിൽ ബോണ്ടിങ് മെറ്റീരിയൽ കൂടുതലായിരിക്കും ഏതിനെ അപേക്ഷിച്ചിട്ട്, നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രൈൻഡിങ് വീലിനെ അപേക്ഷിച്ചിട്ട് ഹാർഡർ ആയിട്ടുള്ള ഗ്രൈൻഡിങ് വീലിൽ ബോണ്ടിങ് മെറ്റീരിയൽ കൂടുതലായിരിക്കും. സ്ട്രക്ചർ ഓഫ് എ ബോണ്ടഡ് അബ്രസീവ് ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് പോറസിറ്റി. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഗ്രൈൻഡിങ് വീലിൻ്റെ അബ്രസീവ് പാർട്ടിക്കിൾസിനെ ബോണ്ട് ചെയ്തിരിക്കുന്ന പിക്ചറാണ്. സോ അതിനിടയിലുള്ള ഗ്യാപ്പാണ് പോർസ് എന്ന് പറയുന്നത്. ആ പോർസിൻ്റെ മെഷർ, ആ പോർസിൻ്റെ ഒരു മെഷറാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്പെസിഫൈയിങ് ഓഫ് ഗ്രൈൻഡിങ് വീൽ. അതായത് ഗ്രൈൻഡിങ് വീലിനെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടു മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി ത്രൂ ഔട്ട് ദ country in the system of making grinding wheel, the Bureau of Indian Standards has devised a standard system to be followed by all manufacturers. അതായത് ത്രൂ ഔട്ട് ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് എന്താ പറയുക, ഗ്രൈൻഡിങ് വീലിൻ്റെ സ്പെസിഫിക്കേഷൻ ഒരേപോലെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം, അതായത് സ്റ്റാൻഡേർഡ് സിസ്റ്റം എല്ലാ മാനുഫാക്ചറും ഫോളോ ചെയ്യുന്നുണ്ട്. BIS ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. According to the system, the various elements and characteristics of grinding wheel are represented on all the wheels in a definite sequence as follows. അതായത് ഗ്രൈൻഡിങ് വീലിൻ്റെ സ്പെസിഫിക്കേഷനിൽ ഈ പറഞ്ഞ BIS സിസ്റ്റം പ്രകാരം ഒരു സീക്വൻസുള്ള, അതായത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒരു സീക്വൻസിലാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ അബ്രസീവ്, സെക്കൻഡ് വൺ ഗ്രെയിൻ സൈസ്, തേർഡ് വൺ ഗ്രേഡ്, ഫോർത്ത് സ്ട്രക്ചർ, ഫിഫ്ത്ത് ബോണ്ട്. അങ്ങനെ ഈ ഒരു സീക്വൻസിലാണ് ഗ്രൈൻഡിങ് വീലിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത്. അബ്രസീവ്, ഗ്രെയിൻ സൈസ്, ഗ്രേഡ്, സ്ട്രക്ചർ, ബോണ്ട്, അങ്ങനെ 5 സ്പെസിഫിക്കേഷനിലൂടെയാണ് ഒരു ഗ്രൈൻഡിങ് വീലിനെ സ്പെസിഫിക്കേഷൻ പറയുന്നത്. അതിന് എക്സാമ്പിൾ, എ ഗ്രൈൻഡിങ് വീൽ carrying the marking 125 into
25 into 32W A 46 L4 V 17. അതിൽ 125 എന്ന് പറയുന്നത് 125 mm ആണ്. അത് വീൽ ഡയമീറ്റർ ആണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് 25 എന്നുള്ളത് 25 mm ദ തിക്നെസ് ഓഫ് വീൽ, അത് വീലിൻ്റെ തിക്നെസ് ആണ് 25 mm എന്ന് പറയുന്നത്. 32 എന്ന് പറയുന്നത് ബോർ ഡയമീറ്റർ ആണ്, ഇൻ mm ആണ് പറയുന്നത്. നെക്സ്റ്റ് ക്യാപിറ്റൽ W എന്ന് പറയുന്നത് മാനുഫാക്ചർ പ്രിഫിക്സ് ടു അബ്രസീവിന് മുന്നിൽ മാനുഫാക്ചറിൻ്റെ ഒരു കോഡാണ് W എന്ന് പറയുന്നത്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നുള്ളൂ. നെക്സ്റ്റ് A എന്ന് പറയുന്നത് അബ്രസീവ്, അത് അലുമിനിയം ഓക്സൈഡ് ആണ് A എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാണ്. 46 എന്ന് പറയുന്നത് നെക്സ്റ്റ് 46 എന്ന് പറയുന്നത് ഗ്രെയിൻ സൈസ് ആണ്. സോ 46 ഗ്രെയിൻ സൈസും മീഡിയം ഗ്രെയിൻ ആണ് റെപ്രസെൻറ്റ് ചെയ്യണത്. നെക്സ്റ്റ് ക്യാപിറ്റൽ L എന്ന് പറയുന്നത് ഗ്രേഡ് ആണ്, സോ അത് മീഡിയം ഗ്രേഡ് ആണ് റെപ്രസെൻറ്റ് ചെയ്യണത്. നെക്സ്റ്റ് 4 എന്ന് പറയുന്നത് ഡെൻസ് സ്ട്രക്ചറാണ്, സ്ട്രക്ചറാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. പിന്നെ നെക്സ്റ്റ് ക്യാപിറ്റൽ V എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ബോണ്ടാണെന്നുള്ളതാണ്, അത് വെർട്ടിഫൈഡ് ബോണ്ടാണ്. പിന്നെ 17 എന്നുള്ള മാനുഫാക്ചറിൻ്റെ നമ്പറാണ് പറയുന്നത്. ഇപ്പോൾ ഇത്തരത്തിലാണ് ഒരു ഗ്രൈൻഡിങ് വീലിനെ സ്പെസിഫൈ ചെയ്യുന്നത്. സോ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫക്ട്സ് ഇൻ ഗ്രൈൻഡിങ്, അതായത് ഗ്രൈൻഡിങ്ങിൽ വരുന്ന കേടുപാടുകൾ എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. മേജർ ആൻഡ് ഇൻവൈറ്റബിൾ ഡിഫക്ട്സ് ഇൻ ഗ്രൈൻഡിങ് ആർ ഗ്ലേസിംഗ് ഓഫ് ഗ്രൈൻഡിങ് വീൽസ്. ഇറ്റ്സ് റെമഡി വിൽ ബി ഡിസ്കസ്ഡ് ലേറ്റർ. ആഫ്റ്റർ കണ്ടിന്യൂസ് യൂസ് ഗ്രൈൻഡിങ് വീൽസ് ബിക്കം ഡൾ ഓർ ഗ്ലേസ്ഡ്. അതായത് ഫസ്റ്റ് ഡിഫക്റ്റ് ആയിട്ട് പറയുന്ന ഗ്ലേസിംഗ് ആണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗ്രൈൻഡിങ് വീൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അബ്രസീവ്സിൻ്റെ കട്ടിങ് ആക്ഷൻ കുറയുകയും ഒരു തിളക്കം വരുന്ന രീതിയിൽ, അതായത് ഫൈനായിട്ട് ഒരു തിളക്കം വരുന്ന രീതിയിലോട്ട് മാറുകയും ചെയ്യുന്നു. അതിനാണ് ഗ്ലേസിംഗ് എന്ന് പറയുന്നത്. ഗ്ലേസിംഗ് ഓഫ് വീൽ ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ഫേസ് ഓഫ് കട്ടിംഗ് എഡ്ജ് അക്യൂർസ് ഗ്ലാസ് ലൈക്ക് അപ്പിയറൻസ്. അതായത് കട്ടിംഗ് വീലിൻ്റെ ഫേസ് ഒരു ഗ്ലാസിൻ്റെ മോഡലുള്ള അപ്പിയറൻസിലോട്ട് മാറുന്ന ആ ഒരു സ്റ്റേജിനെയാണ് ഗ്ലേസിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് the cutting points of abrasive have become dull and worn out to bond. അതായത് ഈ ഗ്രൈൻഡിങ് വീലിൻ്റെ കട്ടിങ് ആക്ഷനുള്ള അബ്രസീവ്സ് തേയ്മാനം സംഭവിച്ചിട്ട് ബോണ്ടിൻ്റെ രൂപത്തിൽ, ബോണ്ടിൻ്റെ ആ ഒരു ബോണ്ടിൻ്റെ ഭാഗത്തിന് ലെവലായിട്ട് വരുന്നതാണ് ഗ്ലേസിംഗ് എന്ന് പറയുന്നത്. ഗ്ലേസിംഗ് മേക്സ് ദ ഗ്രൈൻഡിങ് ഫേസ് ഓഫ് വീൽ സ്മൂത്തർ ആൻഡ് that stops the process of grinding. ഗ്ലേസിംഗ് സംഭവിക്കുന്ന സമയത്ത് ഈ ഗ്രൈൻഡിങ് വീലിൻ്റെ ഫേസ് സ്മൂത്ത് ആവുകയും ആ ഗ്രൈൻഡിങ് ആക്ഷൻ ഇല്ലാതാവുകയും ചെയ്യും. സംടൈംസ് ഗ്രൈൻഡിങ് വീൽസ് ഈസ് ലെഫ്റ്റ് ലോഡഡ്. നെക്സ്റ്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിഫക്റ്റ് പറയുന്നത് ഗ്ലേസിംഗ് ആണ്. സെക്കൻഡ് ഡിഫക്റ്റ് ലോഡിങ് ഓഫ് വീൽ എന്നാണ്. അതായത് ലോഡഡ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് സിറ്റുവേഷൻ ഇറ്റ്സ് കട്ടിംഗ് ഫേസ് ഈസ് ഫൗണ്ട് ബീയിങ് അഡ്ഹെയറിങ് വിത്ത് ചിപ്സ് ഓഫ് മെറ്റൽ. അതായത് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്ക് പീസിൻ്റെ ചിപ്സ് ഈ ഗ്രൈൻഡിങ് വീലിലോട്ട് കയറി പിടിക്കുന്നത്, പറ്റി പിടിക്കുന്നതിനാണ് നമ്മൾ ലോഡിങ് ഓഫ് ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്നത്. ദ ഓപ്പണിങ്സ് ആൻഡ് പോർസ് ഓഫ് വീൽ ഫേസ് ആർ ഫൗണ്ട് ഫിൽഡ് വിത്ത് വർക്ക് പീസ് മെറ്റീരിയൽസ് പാർട്ടിക്കിൾസ് പ്രിവെൻറ്റിങ് ദ ഗ്രൈൻഡിങ് ആക്ഷൻ. അതായത് ഇത്തരത്തിൽ ചിപ്പും വർക്ക് പീസ് മെറ്റീരിയൽസും ഈ പറഞ്ഞ ഗ്രൈൻഡിങ് വീലിൻ്റെ പോർസിലും അതേപോലെ ഓപ്പണിംഗ് ഭാഗങ്ങളിലും കയറി പിടിക്കുന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഈ ഗ്രൈൻഡിങ് ആക്ഷൻ ഇല്ലാതാവുകയും ചെയ്യുന്നു. സോ ലോഡിംഗ് ടേക്സ് പ്ലേസ് വൈൽ ഗ്രൈൻഡിങ് വർക്ക് പീസ് ഓഫ് സോഫ്റ്റ്വെയർ മെറ്റീരിയൽ. അതായത് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള മെറ്റീരിയലിനെ ഗ്രൈൻഡ് ചെയ്യുമ്പോഴാണ് ലോഡിംഗ് എന്നുള്ള ഈ പറഞ്ഞ പ്രതിഭാസം സംഭവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടും ഗ്രൈൻഡിങ്ങിൽ വരുന്ന ഡിഫക്ട്സ്. സോ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡ്രസ്സിങ്. ദ റെമഡീസ് ഓഫ് ഗ്ലേസിംഗ് ആൻഡ് ലോഡിംഗ് ഈസ് ഡ്രസ്സിങ് ഓഫ് ഗ്രൈൻഡിങ് വീൽസ്. അതായത് ഇതിൻ്റെ ഈ പറഞ്ഞ ഡിഫക്ട്സിൻ്റെ റെമഡിയിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റാണ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. അതായത് ഗ്ലേസിങ് അതുപോലെ ലോഡിംഗ് എന്നുള്ള ഡിഫക്ട്സിനെ ഇല്ലാതാക്കുന്നുള്ള ഇതിൻ്റെ റെമഡിയാണ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഡ്രസ്സിങ് റിമൂവ്സ് ദ ലോഡിംഗ് ആൻഡ് ബ്രേക്സ് അവേ ദ ഗ്ലേസ്ഡ് സർഫസ് സോ ദാറ്റ് ഷാർപ്പ് അബ്രസീവ് പാർട്ടിക്കിൾ ക്യാൻ ബി ഫോംഡ് അഗെയിൻ റെഡി ഫോർ ഗ്രൈൻഡിങ്. അതായത് ഡ്രസ്സിങ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ലോഡിംഗ് എന്നുള്ള ആ ഒരു ഡിഫക്റ്റ് ഒഴിവാവുകയും അതുപോലെ തന്നെ ഗ്ലേസിംഗ് പോയിട്ട് അബ്രസീവ് പാർട്ടിക്കിൾസ് ഷാർപ്പായിട്ട് റീകണ്ടീഷനിങ് ആയി ഗ്രൈൻഡിങ് വീൽ റീകണ്ടീഷൻ ആവുകയും ചെയ്യുന്നതാണ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ഓപ്പറേഷൻ ആർ ഡൺ ഓൺ എ ഗ്രൈൻഡിങ് വീൽ. അതായത്
അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഡ്രസ്സിങ് ഓപ്പറേഷൻസ് ഗ്രൈൻഡിങ് വീലിൽ പെർഫോം ചെയ്യാറുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രസ്സിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാർ ഡ്രസ്സർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രസ്സിങ് ആണ് പറയുന്നത്. സ്റ്റാർ ഡ്രസ്സർ എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഷേപ്പിലുള്ള സ്റ്റീൽ വീൽസ്, ഒന്നിൽ കൂടുതൽ സ്റ്റീൽ വീൽസിനെ കമ്പൈൻ ചെയ്തിട്ട് അത് ഈ പറഞ്ഞ ലോഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലേസിങ് ആയിട്ടുള്ള ഗ്രൈൻഡിങ് വീലിൻ്റെ ഫേസിലോട്ട് ഫീഡ് ചെയ്യുകയോ ചെയ്യുക. ആ ഫീഡ് ചെയ്യുന്നത് വഴി ഈ ലോഡിങ് ഒഴിവായും ഗ്ലേസിംഗ് ഒക്കെ പോയിട്ട് റീകണ്ടീഷനിങ് ആയിട്ടുള്ള വീല് കിട്ടുന്നതാണ് ഈ പറഞ്ഞ ഡ്രസ്സിങ് യൂസിങ് സ്റ്റാർ ഡ്രസ്സർ എന്ന് പറയുന്നത്. സ്റ്റാർ ഡ്രസ്സർ ഉപയോഗിച്ചുള്ള ഡ്രസ്സിങ് ആണ് അതിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയമണ്ട് പോയിന്റ് ഡ്രസ്സർ ഉപയോഗിച്ചുകൊണ്ടുള്ള വീൽ ഡ്രസ്സിംഗ് ആണ് പറയുന്നത്. ഡയമണ്ട് എന്ന് പറയുന്നത് ഏറ്റവും കാഠിന്യം കൂടിയ വസ്തുവാണ്. സോ ആ വീൽ ഡ്രസ്സറിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് ഡയമണ്ട് പോയിന്റഡ് ആയിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് വീലിനെ റീകണ്ടീഷനിങ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു സ്റ്റാർ വീൽ ഡ്രസ്സർ എന്ന് പറയുന്നത്. ഇതിൽ ഒന്നിൽ കൂടുതൽ സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള വീൽസ് ഉണ്ടാവും. അത് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മൾ ഗ്രൈൻഡിങ് വീലിൻ്റെ ഫേസിലോട്ട് ഫീഡ് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ റീകണ്ടീഷനിങ് സംഭവിക്കുന്നത്. സോ ഇതാണ് ഡയമണ്ട് പോയിന്റ് വീൽ ഡ്രസ്സർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് ഡയമണ്ട് ടിപ്പ് ആയിരിക്കും. സോ ഡയമണ്ട് ആണ് വീലിനെ കട്ടെടുത്തിട്ട് റീകണ്ടീഷനിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത്. സോ ഒരു വീൽ ഡ്രസ്സിങ്ങിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഗൈഡ് ബ്ലോക്കിലൂടെ വീൽ ഡ്രസ്സർ ഗ്രൈൻഡിങ് വീലിന് ഫീഡ് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള എന്താ പറയുക കട്ട് ഗ്രൈൻഡിങ് വീലിൽ വരികയും അതേപോലെ ഗ്ലേസ്ഡ് ആയിട്ടുള്ള വീല് അഗെയിൻ റീകണ്ടീഷനിങ് ആയിട്ട് ഗ്രൈൻഡിങ് ആക്ഷന് പെർഫോം ചെയ്യാനുള്ള വിധത്തിലോട്ട് മാറുകയും ചെയ്യുന്നതാണ് വീൽ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രൂയിങ്. നമ്മൾ വീൽ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഗ്രൈൻഡിങ് വീലിൻ്റെ ഷേപ്പ്, അതായത് ഫേസിൻ്റെ ഷേപ്പ് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ ഗ്രൈൻഡിങ് വീല് നമ്മുടെ ബോറിന് കോൺസെൻട്രിക് ആയിക്കൊള്ളുന്നുമില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ജിയോമെട്രി റീകണ്ടീഷനിങ് ചെയ്യുന്നതാണ് ട്രൂയിങ് എന്ന് പറയുന്നത്. അതായത് ബോറിന് കോൺസെൻട്രിക് ആയിട്ട് വീലിൻ്റെ ഫേസ് വരത്തക്ക രീതിയിൽ കണ്ടീഷൻ ചെയ്യുന്നതും അതേപോലെ തന്നെ വീലിൻ്റെ ഫേസിൻ്റെ ഷേപ്പ് ജിയോമെട്രി ആവശ്യാനുസരണമുള്ള ജിയോമെട്രി നൽകുന്നതുമാണ് ട്രൂയിങ് എന്ന് പറയുന്നത്. ട്രൂയിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അലൈൻമെൻറ്റ് പ്രോസസ്സാണ് ട്രൂയിങ്ങിൻ്റെ കേസിൽ വരുന്നത്. സോ ഇതാണ് ട്രൂയിങ്ങിൻ്റെ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഗ്രൈൻഡിങ് വീലിന് ഫേസിന് റൗണ്ട് ഷേപ്പ്, അതായത് റേഡിയസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ റേഡിയസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൂയർ യൂസ് ചെയ്തിട്ട് ആ ഷേപ്പിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ട്രൂയിങ്ങിൻ്റെ ഒരു സ്കീമാറ്റിക് സ്കെച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് ഗ്രൈൻഡിങ് വീൽ, അതായത് ഗ്രൈൻഡിങ് വീലിൻ്റെ സെലക്ഷൻ എന്തെല്ലാം കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ ടു ബി മെഷീൻ, ദാറ്റ് ഈസ് ഹാർഡ്നെസ്, ടഫ്നെസ്, സ്ട്രെങ്ത്. അതായത് മെറ്റീരിയൽ നമ്മുടെ വർക്ക് പീസിൻ്റെ പ്രോപ്പർട്ടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഏത് ഗ്രൈൻഡിങ് വീൽ യൂസ് ചെയ്യണമെന്നുള്ളത്. അതായത് ഹാർഡ്നെസ്, ടഫ്നെസ്, സ്ട്രെങ്ത് ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രൈൻഡിങ് വീൽ സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ, ക്വാളിറ്റി ഓഫ് സർഫസ് ഫിനിഷ് റിക്വയർഡ്. അതായത് നമ്മൾക്ക് വർക്ക് പീസിൻ്റെ സർഫസ് ഫിനിഷ്, അതായത് അതിൻ്റെ ഉപരിതലം എത്രത്തോളം ഫിനിഷ് ചെയ്ത് കിട്ടണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഗ്രൈൻഡിങ് വീൽ സെലക്ട് ചെയ്യുമ്പോൾ അതും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഗ്രൈൻഡിങ് അലവൻസ് പ്രൊവൈഡഡ് ഓൺ ദി വർക്ക് പീസ്, ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് സ്റ്റോക്ക് ടു ബി റിമൂവ്ഡ്. അതായത് ഗ്രൈൻഡിങ്ങിൻ്റെ അലവൻസിനെ ബേസ് ചെയ്തിട്ടും ഗ്രൈൻഡിങ് വീല് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഗ്രൈൻഡിങ് അലവൻസ്, വർക്ക് പീസിലെ ഗ്രൈൻഡിങ് അലവൻസും കൂടെ ഒരു കൺസിഡറബിൾ ഫാക്ടറാണ്. അതുപോലെ ഡയമെൻഷണൽ ആക്യുറസി, അതുപോലെ ഡയമെൻഷണൽ ആക്യുറസി എന്ന് പറയുന്നത്, അതായത് വർക്ക് പീസിൻ്റെ അളവിൻ്റെ ആക്യുറസിയും നമ്മൾ ഗ്രൈൻഡിങ് വീൽ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടറാണ്. മെത്തേഡ് ഓഫ് ഗ്രൈൻഡിങ്, ദാറ്റ് ഈസ് വെറ്റ് ഓർ ഡ്രൈ. ഏത് ടൈപ്പ് ഗ്രൈൻഡിങ് ആണ്, അതായത് വെറ്റ് ആണോ ഡ്രൈ ഗ്രൈൻഡിങ് ആണോ എന്നുള്ളത് കൂടെ ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. റിജിഡിറ്റി, സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് മെഷീൻ, അത് കാഠിന്യം, സൈസ്, അതേപോലെ ടൈപ്പ് ഓഫ് മെഷീൻ, അതായത് വീലിൻ്റെ കാഠിന്യം, അതിൻ്റെ സൈസ്, പിന്നെ ഏത് മെഷീനിലാണ് അത് ഉപയോഗിക്കുന്നതുകൂടെ ഗ്രൈൻഡിങ് വീലിൻ്റെ സെലക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. റിലേറ്റീവ് സൈസ് ഓഫ് വീൽ ആൻഡ് ജോബ്, വീലും ജോബും തമ്മിലുള്ള താരതമ്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസിൻ്റെ താരതമ്യം കൂടെ നമ്മൾക്ക് ഗ്രൈൻഡിങ് വീലിൻ്റെ സെലക്ഷനും ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. ടൈപ്പ് ഓഫ് ഗ്രൈൻഡിങ് ടു ബി ഡൺ, ഏത് ടൈപ്പ് ഗ്രൈൻഡിങ് ആണ്, അതായത് സർഫസ് ഗ്രൈൻഡിങ് ആണോ, ഇൻറ്റേർണൽ ഗ്രൈൻഡിങ് ആണോ, എക്സ്റ്റേണൽ ഗ്രൈൻഡിങ് ആണോ, ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ് ആണോ, അങ്ങനെയുള്ള അതെല്ലാം. അതുപോലെ ഓഫ്
ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ്, പ്രിസിഷൻ ഗ്രൈൻഡിങ്, അങ്ങനെ ഏത് ടൈപ്പ് ഗ്രൈൻഡിങ് ഓപ്പറേഷൻ ആണെന്നുള്ളത് കൂടെ ഗ്രൈൻഡിങ് വീൽ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഫീഡ് ഓഫ് വീൽ, അതായത് എത്രത്തോളം സ്പീഡ് വേണം, എത്ര ഫീഡ് ചെയ്യണം എന്നുള്ളതും വർക്ക് പീസ് എത്രത്തോളം ഫീഡ് ചെയ്യുന്നു എന്നുള്ളതും കൂടെ ഗ്രൈൻഡിങ് വീൽ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടറാണ്. സോ ഇതെല്ലാമാണ് ഗ്രൈൻഡിങ് എന്നുള്ള ഭാഗത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക്സ് ഫോർ വ്യൂയിങ്.